വെൽക്കം ബാക്ക് ഷീസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഒരു മട്ടൻ കറി ഉണ്ടാക്കാം. മട്ടൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: കുറച്ച് ഉലുവ, കുറച്ച് പെരിഞ്ജീരകം, രണ്ടും കൂടെ 1/2 ടീസ്പൂൺ കാണും. കാഷ്യൂ, കുരുമുളക്, ഇത് വറുത്തരയ്ക്കാനുള്ള സാധനങ്ങളാണ്. തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട്, പാലൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടിയും 1 ടീസ്പൂൺ. ഇത് കായമാണ്. കായം ഒരു പിഞ്ച്. കായം ഇത് ചേർക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഫ്ലേവറാണ് കറിക്ക്. മീറ്റ് മസാല 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ഈസ്റ്റേൺ മീറ്റ് മസാലയാണ്. ഇനി ഇത് കാഷ്യൂ, കുരുമുളക്, തേങ്ങ വറുത്ത് അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് സവാള സ്ലൈസ് ചെയ്തത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വെളുത്തുള്ളി 2 തുടമുണ്ട്, അത് നന്നായിട്ട് ചതച്ച് വെച്ചതാണ്. വെളുത്തുള്ളിയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചതച്ചത്, പച്ചമുളക് 3 എണ്ണം നെടുകെ പിളർന്നത്, കറിവേപ്പില. ഇത് അരച്ചെടുക്കുക. ഇനി തക്കാളി 1 എണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ 1/2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാം. ഇതരച്ച് വയ്ക്കാം, എന്നിട്ട് കുക്ക് ചെയ്യാം. പാൻ അടുപ്പിൽ വെച്ച് കോക്കനട്ട് ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ചു. ഇനി ഇതിലേക്ക് ഉലുവയും പെരിഞ്ജീരകം ചേർക്കാം. കുറച്ചേ ഉള്ളൂ, 1/4 ടീസ്പൂൺ, രണ്ടും കൂടെ 1/2 ടീസ്പൂൺ കാണും. അതൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. വെളുത്തുള്ളിയുടെ ഒരു മണവും കൂടി ആ എണ്ണയിലേക്ക് വന്ന ശേഷം ബാക്കിയെല്ലാം ആഡ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് പോയാൽ മതി, ഒത്തിരി മൂത്തൊന്നും വരേണ്ട കാര്യമില്ല. കറിവേപ്പില ഇട്ടു. ഇനി ഇതിലേക്ക് സവാള ചേർക്കാം. ഈ സവാള കുറച്ചൊന്ന് ഇതായാൽ മതി, ഒരുപാട് ബ്രൗണൊന്നും ആവണ്ട. ഈ മട്ടൻ ഇട്ടിട്ട് കുറേ സമയം നമ്മൾ വേവിക്കുമല്ലോ, അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്തോളും. എണ്ണ കുറച്ച് ചേർത്തിട്ടുള്ളൂ, ഒത്തിരി എണ്ണ ചേർത്തിട്ടില്ല. 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർത്തേക്കുന്നത്. സവാള ഇപ്പം ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. അതൊന്ന് മാറ്റി വെച്ച് നടുക്ക് ഭാഗത്താണ് പൊടികൾ ചേർക്കുന്നത്. പൊടികൾ പെട്ടെന്ന് മൂത്ത് കിട്ടാനാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഒന്ന് മൂത്തിട്ട് ചേർക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഈസ്റ്റേൻ്റെ മീറ്റ് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല പൗഡർ ചേർക്കാം, നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റേൺ മീറ്റ് മസാല ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർക്കും. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഇനി തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് തക്കാളി ഉടഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം മൂടി വെച്ചാൽ മതി. എല്ലാം കൂടി നന്നായിട്ട് വെന്ത് കിട്ടും.
തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി ഇതിലേക്ക് മട്ടൺ ചേർക്കാം. കുക്കറിൽ വെക്കാം. ഇതിപ്പം ടെൻഡറായിട്ടുള്ള മട്ടനാണ്, അതുകൊണ്ട് ഞാൻ കുക്കറിൽ വെക്കാത്തത്. പെട്ടെന്ന് വെന്ത് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ചുകൂടി വെള്ളം ചേർക്കണം. നമ്മൾ കറിയായിട്ടാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത്. കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെള്ളം അധികം ചേർക്കേണ്ടി വരില്ല. അടുപ്പിൽ സാധാരണ പാനിലായതുകൊണ്ട് വെള്ളം ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. മട്ട നന്നായി തിളയ്ക്കുന്നുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തു. പിന്നെ മട്ടനിലുള്ള വെള്ളവും എല്ലാം കൂടി ആയപ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങ അരച്ച അരപ്പ് ചേർക്കാനുണ്ട്, തേങ്ങാപ്പാലും ചേർക്കാനുണ്ട്. അപ്പോൾ അത് ചേർക്കാം. തേങ്ങ, കാഷ്യൂ, കുരുമുളക് ഇത് മൂന്നും കൂടെ വറുത്ത് അരച്ചതാണ്. ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഇപ്പം തന്നെ ചേർക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും ഒഴിക്കാണ്. മട്ടനിലേക്കുള്ള മിക്സിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇതിനി തിളച്ചൊന്ന് കുറുകി വരും, അതുവരെ ഒന്ന് തിളപ്പിക്കാം. ഇപ്പം മട്ടനൊക്കെ വെന്തിട്ടുണ്ട്, ഉപ്പൊക്കെ പാകമാണ്. ഇനി ഇതൊന്ന് തിളച്ചൊന്ന് വറ്റിക്കിട്ടിയാൽ മതി. വളരെ ടേസ്റ്റി മട്ടൻ കറിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇതൊരു നാടൻ കറിയാണ്, അതുകൊണ്ട് മല്ലിയിലയൊന്നും ചേർക്കണ്ട, കറിവേപ്പില മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് തിളക്കട്ടെ. മട്ടൻ കറി എല്ലാവരും ട്രൈ ചെയ്യൂ. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ചെയ്യണം. വളരെ ടേസ്റ്റി മട്ടൻ കറിയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ മട്ടൻ വയ്ക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരിക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. Bye.